ഹായ് വെൽക്കം ടു പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പം കൊച്ചുങ്ങളായിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ടോ ഇടിക്കാനും ഗുസ്തിയും എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. അപ്പം ഇത് വന്നിട്ട് വെച്ചൂട്ടിനുള്ള പ്രിപ്പറേഷനാണ്. അതായത് സഹതയ്ക്ക് നമ്മൾ നേർച്ച പറയും, അപ്പോൾ ഇറച്ചിക്കറിയും. അപ്പം നാളെ രാവിലെ പള്ളിയിൽ നിന്ന് വണ്ടി വരും. അതായത് 100 മിനിറ്റ് നേർച്ച വിഭവ സംഹരണം. എന്താ പൊന്നെ. അപ്പം ഈ വണ്ടിയിൽ നമ്മൾ പള്ളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരും. അപ്പോൾ അവർക്ക് അപ്പോൾ ഇറച്ചിക്കറി ഈ വെച്ചൂട്ടെന്ന് പറയത്തില്ലേ, ഗീവർക്ക് സഹതയ്ക്ക് നേർച്ച പറയുന്ന എല്ലാ വീടുകളിലും ഉണ്ട്. നമ്മുടെ ഗീവ്രസഹന എന്ന് പറയുമ്പോൾ നമ്മുടെ പുണ്യാളച്ചൻ എന്നൊക്കെ പറയത്തില്ലേ, എടപ്പള്ളി, എടത്തുവ, പുതുപ്പള്ളി. അപ്പം ഞങ്ങളുടെ പള്ളി പെരുന്നാളാണ്. അപ്പോൾ ഗീവ്രസഹനയുടെ നാമത്തിലുള്ള പള്ളി ആയതുകൊണ്ട് തന്നെ മെയിൻ പള്ളി പെരുന്നാൾ. അപ്പോൾ ഈ വണ്ടിയിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ വരും. അപ്പോൾ നമ്മളാണെങ്കിൽ കോരിയും വിറകും അരിയും നാളികേരവും മുട്ടയും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടിരുത്തി കഴിഞ്ഞപ്പോൾ അവന് പേടിയായി. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പൂവൻകോഴിയാണ് കൊടുത്തത്. നമ്മൾ നേർച്ച പറയും, ഓൾറെഡി നമ്മൾ നേരത്തെ പറയും ഈ കോഴി സഹതയ്ക്കുള്ളതെന്ന് പറയും. അമ്മ വളർത്തിയോണ്ടും അമ്മയ്ക്ക് ഇഷ്ടംപോലെ കൊത്ത് കിട്ടിയോണ്ടും ഞങ്ങൾക്ക് പണ്ട് തൊട്ട് ഞങ്ങൾ ഈ അറിവ് വെച്ച കാലം തൊട്ടേ മമ്മി ഇങ്ങനെ നേർച്ച പറയുമ്പോൾ ഈ കോരിയൊക്കെ നമ്മൾ വന്ന് കുത്തും. ഭയങ്കര ശൗര്യം കോരിക്ക് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇത് ഒരു പിടി കൂടുതലാണ് സഹതയ്ക്ക് നേർച്ച പറയുന്ന കോരി എന്ന് പറയുമ്പോൾ. അങ്ങനെ കോരിയെ കൊടുത്തു, അരി കൊടുത്തു, മുട്ട കൊടുത്തു, വിറവ് കൊടുത്തു. പിന്നെ വൈകിട്ട് ഞങ്ങൾ വെള്ളയൊക്കെ ഇട്ട് റാസയ്ക്ക് പോയി. റാസ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾക്ക് പുതിയൊരു വൈബാണല്ലോ റാസ എന്നൊക്കെ പുതിയതല്ല, പണ്ട് മുതലേ കുടയും വടിയും മെരുകുതിരിയൊക്കെ പിടിച്ച് നല്ല രസമാണ്. പിന്നെ വൈകിട്ട് പള്ളി വന്നിട്ട് അന്ന് തന്നെ വൈകിട്ട് പള്ളി വന്നു. പള്ളി വരുമ്പോൾ നമ്മുടെ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു, വാദ്യമേളയുടെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, ആകാശദീപ കാഴ്ച ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ കാണാൻ ആകാശദീപ കാഴ്ചയൊക്കെ കണ്ടു. ഈ ചെണ്ടമേളം അങ്ങനെയൊന്നും കാണാൻ നിൽക്കത്തില്ല, ഒരുപാട് ലേറ്റാവും. നമ്മൾ നേരെ അങ്ങ് വീട്ടിൽ പോവും. എന്താ പറയുക, പിന്നെ മോനും കൂടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരം നിന്നോളൂ. അവനാകെപ്പാടെ സൗണ്ടാണോ ആൾക്കൂട്ടമാണോ എന്നറിയത്തില്ല, എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്തു. ഇത്രയും ആൾക്കൂട്ടത്തിനിടയ്ക്ക് നിൽക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പം പടക്കവും ആകാശദീപ കാഴ്ചയൊക്കെ അത്ഭുതത്തോടെ നോക്കി. നീ കുറച്ച് പട്ടിശോയാവല്ലേ, പെരുന്നാളാക്കിയല്ലേ. അപ്പം ജസ്റ്റ് ഞാൻ എന്നെ ഒന്ന് ഷൂട്ട് ചെയ്തത്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കണ്ടായോ. അപ്പം ഒത്തിരി നേരം ഒന്നും എടുത്തില്ല. അപ്പോഴേക്കും മോനങ്ങ് വയലൻ്റ് ഒന്നും ആയില്ല. ആകാശദീപ കാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാദ്യമേള ഡിസ്പ്ലേ ഒക്കെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പണിയെന്നല്ല, പിന്നെ ഭയങ്കര ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇങ്ങ് പോയി 10-10:30 അപ്പോഴേക്കും. അത് കഴിഞ്ഞ് പിന്നെന്താ പറയാനുള്ളത്, ഇത് നമ്മുടെ സഹതയുടെ നാമത്തിലുള്ള പെരുന്നാളാണ്. സഹത എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ പൈശാചിക ശക്തികളെ ഇല്ലാതാക്കാൻ ശക്തിയുള്ളൊരു വിശുദ്ധനും കൂടാണ്. അപ്പോൾ പടക്കം കണ്ടോ, ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ ബൂമറിങ് എടുത്തത് കേട്ടോ. എനിക്ക് മറ്റേ രീതി എടുക്കാൻ ഒരുപാട് നേരം നിൽക്കേണ്ട. ഇത് ലൈറ്റ് ഷോയുടെ ഒരു ഇച്ചിരി എടുത്തുള്ളൂ, മ്യൂസിക്കൊന്നും ഇല്ല. പിന്നെ പട്ടിഷോ നടക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ ആശീർവാദമുണ്ടായിരുന്നു. തിരുമേനി നമ്മളെ അനുഗ്രഹിച്ചു വിട്ടു. പിന്നെ വൈകിട്ട് വന്ന് ഈ ചെണ്ടമേളം നമ്മുടെ വീട് വരെ ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പം മൈക്ക് സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും വരാഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുള്ളലാണ് അവിടെ കിടന്ന് തുള്ളുന്നത്. പിള്ളേർക്ക് ഒരേപോലെയുള്ള വൈബിൽ പിള്ളേരെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടായല്ലോ, പിന്നെ അവരുടെ ലോകമോ വിട്ടു കൊടുക്കുക, അവർ എൻജോയ് ചെയ്യട്ടെ. എന്നാലും ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുക എന്നാലും ഉറങ്ങത്തില്ല എന്നുള്ള വാശിയിലാണ്. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ കുളിച്ചും നനച്ചുമൊക്കെ പള്ളിയിലോട്ട് പോവുകയാണ്. ഇതെൻ്റെ ചേച്ചിയുടെ കുഞ്ഞാണ്. രണ്ടും കൂടെ പോകുന്നുണ്ട്, കൈയും പിടിച്ചുകൊണ്ട് പോകാം. പിന്നെ രണ്ടും കൂടെ അടിയാവും, കണ്ണിക്കൊത്തും. അങ്ങനത്തെ പല അടിയായി ഇടിയായി പല പ്രശ്നങ്ങളായിരിക്കും. നോക്കി പിള്ളേർ സാധാരണ അങ്ങനെ ആണല്ലോ. പിള്ളേരെ നമ്മൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ ലോകത്ത് അവർ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കും. പിന്നെ രണ്ടും കൈയും പിടിച്ച് നടക്കുന്നത് കണ്ടാൽ തോന്നും തേനും ചക്കരയും വാലും ഒക്കെയാണെന്ന് തോന്നുമെങ്കിലും അയ്യോ നല്ല രസമുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ ചെന്നു. കണ്ടോ, OCYM മാന്തളർ കുളനട, സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് കുളനട മാന്തളർ, ഇതാണ് ഞങ്ങളുടെ പള്ളി. ഇങ്ങനെ രാവിലെ ഞങ്ങൾ പള്ളി പോവാണ്. പാതിയായി. വീടടുത്തായതുകൊണ്ടും മൈക്ക് സെറ്റ് അവിടെ വെച്ചിട്ടുണ്ടായതുകൊണ്ടും ലൈവ് ഉണ്ടായതുകൊണ്ടും തീരാറാവുമ്പോഴേക്ക് പോയാൽ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള ഫുഡടിയാണിത്, ചോറും മോരും ഇറച്ചിക്കറി. എൻ്റെ പൊന്നെ, ഇത് വീട്ടിൽ നമ്മൾ ഈ ചോറും മോരും ഇറച്ചിക്കറിയും കൂട്ടി കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് കുറേ എല്ലാവർക്കും കൂടി ഇങ്ങനെ വെക്കുമ്പോഴും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴും
പിന്നെ പെരുന്നാളല്ലേ, പെരുന്നാൾ കഴിഞ്ഞ് വിശന്നായിരിക്കും രാവിലെ എല്ലാവരും പള്ളിയിൽ പോകുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ കുർബാന കൊള്ളും, അപ്പോൾ വിശപ്പാണല്ലോ, അപ്പം വിശന്നിരുന്ന് കഴിക്കുമ്പോഴും ഭയങ്കര ഒരു വല്ലാത്തൊരു ടേസ്റ്റും ഫീലിങ്ങുമാണ്. ഈ പള്ളിയിലിരുന്ന് കഴിക്കുമല്ലേ, അല്ലെങ്കിൽ ഈ നേർച്ച കിട്ടുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു മനസ്സിലൊരു സുഖമൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു വെയിലത്ത് ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. ഈ ഷാൾ എന്തിനായിട്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല, നെറ്റിൻ്റെ ഷാള്. കുട എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുടയും വടിയൊന്നും പള്ളിയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അതായത് മക്കൾ കുടയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും, അതുകൊണ്ട് പിന്നെ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കുട എടുക്കാൻ. അങ്ങനെ വേർത്ത് കുളിച്ച് വീട്ടിൽ വന്നപ്പോഴേക്ക് അപ്പച്ചൻ വീട്ടിൽ വന്നു. അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞു.